നമസ്കാരം. ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇത്തവണ ആവേശം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അവരുടെ പ്രവർത്തകർ വോട്ട് ചെയ്യാൻ ഓരോ വീടുകളിൽ നിന്നും അകമ്പടി സേവിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരുടെ വോട്ടർ പട്ടികയുടെ ചുമതലയുള്ള ഭാരവാഹികളായ പന്ന പ്രമുഖർ എല്ലാവരും എവിടെ പോയി? മധുര ഇത്തവണ ശാന്തമായിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം പാർട്ടിയുടെ വിശാലവും ഇടതൂർന്നതുമായ സംഘടനാ ശൃംഖലയാണ് എന്ന് ഏവരും സമ്മതിക്കും. സംഘടനയുടെ അടിസ്ഥാന ശക്തിയായ പന്ന പ്രമുഖർ ഓരോ പാർലമെന്റ് മണ്ഡലത്തിലുമുള്ള ഓരോ ബൂത്തിന്റെയും ചുമതല കൈകാര്യം ചെയ്യുന്നവരാണ്. അവരുടെ പ്രദേശത്തെ വോട്ടർമാരെ വോട്ട് ചെയ്യുന്നതിനു മുമ്പ് പതിവായി അവർ സന്ദർശിക്കുന്നതിന്റെ ഫലമായി BJP വോട്ടർമാരല്ലാത്ത പല പ്രമുഖന്മാരും പന്ന പ്രമുഖരുടെ പ്രേരണയിൽ BJPക്ക് വോട്ട് നൽകാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ UPയിലെ പല പാർലമെന്റ് മണ്ഡലങ്ങളിലും പന്ന പ്രമുഖന്മാരുടെ പ്രവർത്തനം പരിമിതമാണ്. 2014ലെയും 2019ലെയും തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ വർഷം UPയിലെ തിരഞ്ഞെടുപ്പിനെ ഇത് മാറ്റിയെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അയാളാണ് ഏകോപിപ്പിക്കുന്നത്. എന്നാൽ BJPയിൽ സംഘടനയാണ് ആ ചുമതല നിർവഹിക്കുന്നത് എന്ന നിലയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ BJP RSS പ്രവർത്തകർക്കിടയിൽ ആവേശം കുറവാണ്. എന്താണ് ഇത്തവണ സംഭവിച്ചത്? പോസ്റ്ററുകളും ലഘുലേഖകളും കൊടികളും ഒന്നുമില്ല. വോട്ട് ചോദിക്കാൻ ആരും വീടുകളിൽ പോയില്ല. സ്വയം സേവകർ രോഷാകുലരാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അവരുടെ രോഷം മോദിക്കെതിരെയും പടരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗിനെയും ഛത്തീസ്ഗഡിൽ രമൺ സിംഗിനെയും അദ്ദേഹം ഇല്ലാതാക്കി. ഇതാണോ അദ്ദേഹം യോഗിയെ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം പശ്ചിമ UPയിൽ അലയടിക്കുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്കൊപ്പമായിരുന്ന ഫത്തേപൂർ സിക്രി ലോക്സഭാ സീറ്റ് ആന്തരിക ഭിന്നതയ്ക്ക് മികച്ച ഉദാഹരണമാണ്. ടിക്കറ്റ് വിതരണത്തെ ചൊല്ലിയുള്ള തർക്കം മറ്റിടങ്ങളിലും ദൃശ്യമാണ്. രാജേന്ദ്ര അഗർവാൾ, റിട്ടയർഡ് ജനറൽ VK സിംഗ്, ചൗധരി സത്യപാൽ എന്നീ 3 നേതാക്കൾക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രവർത്തകർക്കിടയിൽ വളരെയധികം നീരസമുണ്ട്. BJPയുടെ പരമ്പരാഗത സവർണ വോട്ടുകൾക്കിടയിലും ആവേശക്കുറവ് പ്രകടമാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും സവർണ വോട്ടർമാരിൽ വളരെ കുറച്ചുപേർ മാത്രമേ ഇത്തവണ വോട്ട് ചെയ്യാൻ പോയിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പല ഗ്രാമങ്ങളിലും താക്കൂർമാരിൽ പകുതി പേരും ആദ്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നപ്പോഴും കോൺഗ്രസിന് അവരുടെ വോട്ടുകൾ ലഭിച്ചിരുന്നില്ല. അവർ ഒന്നുകിൽ BJPക്കോ ചൗധരി ചരൺ സിംഗിനോ വോട്ട് ചെയ്തു പോരുന്നവരാണ്. ഇന്ത്യ സഖ്യം തീർച്ചയായും ഇത്തവണ ശക്തമാണ്. യാദവ മുസ്ലിം പാർട്ടിയായി കണക്കാക്കപ്പെടുന്ന SP ഇത്തവണ ടിക്കറ്റ് വിതരണ തന്ത്രം അടിസ്ഥാനപരമായി മാറ്റിയതും ശ്രദ്ധേയമായി. 2019 ആകെ 37 സീറ്റുകളിൽ മത്സരിച്ച SP 10 യാദവർക്കും 4 മുസ്ലിങ്ങൾക്കും സീറ്റ് നൽകിയെങ്കിൽ ഇത്തവണ അവർ 63 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ 5 യാദവരും 4 മുസ്ലിങ്ങളും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ വിഹിതമുള്ള സമുദായത്തിലെ അംഗങ്ങൾക്ക് ടിക്കറ്റ് നൽകുക എന്നതാണ് SP ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച തന്ത്രം. BJPക്ക് പരമ്പരാഗത ലോധി വോട്ടുകൾ ലഭിക്കുന്ന ഒരു മണ്ഡലത്തിൽ SP ഒരു ലോധി സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് കാണാൻ കഴിയും. ഇക്കാരണം കൊണ്ട് അവിടെ BJPയുടെ വോട്ടുകളുടെ 20% മുതൽ 30% വരെ കുറയാൻ സാധ്യതയുണ്ട്. മുസ്ലിങ്ങൾക്കും യാദവർക്കും പകരം പിന്നാക്ക ജാതിക്കാർക്കും ദളിതർക്കും പാർട്ടി കൂടുതൽ സീറ്റ് നൽകിയിട്ടുണ്ട്. BSPയുടെ വോട്ട് വിഹിതത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള ശ്രമമാണിതെന്ന് വ്യക്തം. സഖ്യത്തിന്റെ ശക്തി കണക്കിലെടുത്ത് മുസ്ലിം വോട്ടുകളിൽ വലിയ ഭിന്നത കാണാനിടയില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒരു പാർട്ടിയോ ദേശീയ പ്രശ്നമോ ഇല്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ദളിത് വോട്ട് ബാങ്ക് പരമ്പരാഗത പാതയിൽ നിന്ന് വ്യതിചലിച്ചു. മുസ്ലിം വോട്ടർമാർ ഒറ്റക്കെട്ടാണ്. ഠാക്കൂർ, ബ്രാഹ്മണർ, ജാട്ട് എന്നിവർക്കിടയിൽ ദൃശ്യമായ വിഭജനമുണ്ട്. നിലവിലുള്ള ശക്തി കേന്ദ്രങ്ങളിലെ അലംഭാവം എന്നിവയൊക്കെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയങ്ങൾ എന്നിരിക്കെ BJPയുടെ നെടുങ്കോട്ടയായ 80 സീറ്റുള്ള UP പുതുചരിത്രം തീർക്കുമോ എന്ന് ജൂൺ 4 വിധിയെഴുതും.